ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ശാരദാമ്മ ശ്യാമയോട് ചോദിക്കുക, എന്താ മോളെ ഉണ്ടായത്? പപ്പിമോൾ ആരും കാണാൻ തന്നെ എഴുന്നേറ്റങ്ങ് പോയതായിരുന്നോ? അവിടെ നിൽക്കാൻ അവൾക്ക് ഒട്ടും ഇഷ്ടമില്ലമ്മേ. എന്നും രോഹിത്ത് കുടിച്ചിട്ട് വഴക്കല്ലേ, പിന്നെ എങ്ങനെ കുഞ്ഞവിടെ നിൽക്കുന്നത്? അവൾ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. അങ്ങനെ വരുന്ന വഴിയില്ല ആ പ്രശ്നങ്ങളൊക്കെ അത്രയും ഉണ്ടായത്. എന്തായാലും മോളെ, പപ്പിയുടെ സമയം ഒന്ന് നോക്കിക്കണം. എന്തെങ്കിലും വഴിപാടുകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് തന്നെ ചെയ്യണം. പപ്പിമോളിപ്പോൾ ഇത് ഒരു പ്രാവശ്യമല്ല വീട് വിട്ടിങ്ങനെ ഇറങ്ങി പോകുന്നത്. അതുകൊണ്ടാണ് അമ്മ മോളോടിങ്ങനെ പറയുന്നത്. ചന്ദ്രബോസ് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് വരുവാണ്. ചന്ദ്രബോസ് ആർക്കോ ഫോൺ ചെയ്യുന്നുണ്ട്. എടോ, കാട്ടിൽ കയറി ഞാൻ കാട്ടുപന്നിയെ മാത്രമല്ല ഓടിച്ചിട്ടുള്ളത്, മതയാനയെ വരെ ഞാൻ ഓടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള എനിക്കാണോ ആ വിഷ്ണുവിനെ പുകച്ച് പുറത്തിയാടിക്കാൻ പറ്റാത്തത്? ആ സുബേറിൻ്റെ കാട്ടിലെ ഏതെങ്കിലും ഒരു താവളം, അല്ലെങ്കിൽ ആ തടി വെട്ടുന്ന ഏതെങ്കിലും ഒരു കൂപ്പ്, അതുമല്ലെങ്കിലോ ആ ലോറി ഡ്രൈവർമാരുടെ ഏതെങ്കിലും ഒരു അടുക്കള ചായ്പിൽ അവൻ കാണും. ഇന്നവനെ ഞാൻ പുകച്ച് പുറത്തിയാടിക്കുന്ന ദിവസമാടോ, താൻ കണ്ടോടോ എന്നൊക്കെ ഇങ്ങനെ വീമ്പിളക്കിക്കൊണ്ട് ചന്ദ്രബോസ് പോവുകയാണ്. ഞാൻ വൈകിട്ട് തന്നെ വിളിക്കുമ്പോഴേ എൻ്റെ ചുണ്ടിൽ നിന്ന് തന്നെ തനിക്ക് ആ സന്തോഷവാർത്ത കേൾക്കാം കേട്ടോ. താനൊരു 1.5 പെഗ്ഗൊക്കെ ഒഴിച്ചുകൊണ്ട് അവിടെ കാത്തിരുന്നോടോ, തനിക്ക് ആ സന്തോഷവാർത്ത കേൾക്കാം. എനിക്ക് അവനെ കയ്യോടെ കിട്ടിയില്ലെങ്കിലേ ഞാനവനെ വെടിവെച്ചിടും, ആ കാട്ടുപന്നിയെ. ഇനി അവൻ ഈ ഭൂമിയിൽ വേണ്ടടോ എന്നിങ്ങനെ പറഞ്ഞ് വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പോൾ അവൻ്റെ വണ്ടിയുടെ മുൻവശത്തായിട്ട് ഒരു ബൈക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചിരിക്കുന്നു. മാർഗതടസ്സയിരിക്കുന്ന ആ ബൈക്ക് കണ്ടിട്ട് ചന്ദ്രബോസ് പറയുന്നു, താൻ ഫോൺ വെച്ചോടോ, ഒരു കുറുനരിയുടെ വട്ടം ചാടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ചന്ദ്രബോസ് കാറ് നിർത്തി അതിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നിട്ട് ആ ബൈക്കിനെ ചുറ്റും നോക്കിയിട്ട് ചോദിക്കുന്നു, ആരുമില്ലേടാ ഇവിടെങ്ങും? ചന്ദ്രബോസിന് ആ ബൈക്ക് സൂക്ഷിച്ച് നോക്കിയപ്പോൾ മനസ്സിലാകുന്നു, ഇത് വിഷ്ണുവിൻ്റെ ബൈക്കാണല്ലോ. എന്തുവാ അവൻ്റെ ഉദ്ദേശം? ചന്ദ്രബോസ് അവിടെയൊക്കെ വിഷ്ണുവിനെ നോക്കിയിട്ട് കാണുന്നില്ല. ചേടാ, ഇവനിത് എവിടെ പോയി? ഇനി നോക്കിയിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് ചന്ദ്രബോസ് ആ ബൈക്ക് അങ്ങോട്ട് തള്ളി സൈഡിലോട്ട് മാറ്റിയിട്ട് അവൻ കാറിൽ കയറാനായിട്ട് കാറിൻ്റെ ഡോർ അങ്ങോട്ട് തുറക്കുകയും ഒരൊറ്റ തൊഴി അവൻ്റെ നെഞ്ചത്ത്. ചന്ദ്രബോസ് തെറിച്ച് ദൂരോട്ട് വീഴുവാണ്. അവിടെ കിടന്നുകൊണ്ട് ചന്ദ്രബോസ് നോക്കുമ്പോൾ ചന്ദ്രബോസിൻ്റെ കാറിൽ നിന്ന് തന്നെ വിഷ്ണു ഇറങ്ങി വരുന്നു. സ്വന്തം കണ്ണിനെ പോലും വിശ്വസിക്കാനാകാതെ ചന്ദ്രബോസ് ഇങ്ങനെ കണ്ണും തുറിച്ച് വിഷ്ണുവിനെ നോക്കുവാണ്. ചന്ദ്രബോസിൻ്റെ അടുത്തോട്ട് വന്ന വിഷ്ണു പറയുന്നു, ഞാൻ വിഷ്ണു ആടാ, തൂണിലും തുരുമ്പിലും കാണുമെന്ന് പറയില്ലേ ആ വിഷ്ണു. അതാ ഇപ്പം ഞാൻ നിൻ്റെ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഇനി നീ സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന നിൻ്റെ മണിയറയുണ്ടല്ലോ, അവിടെയും വേണ്ടി വന്ന ഈ വിഷ്ണു വരുവടാ നിൻ്റെ കാലനായിട്ട്. അത് കേട്ടിട്ട് ചന്ദ്രബോസ് ഇങ്ങനെ ഞെട്ടുന്നുണ്ട്. പക്ഷേ അവൻ്റെ മുഖത്തത് കാണിക്കാതെ വലിയ ധൈര്യം അഭിനയിച്ചുകൊണ്ട് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് വിഷ്ണുവിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. നീ ഇന്നത്തോടെ തീർന്നടാ വിഷ്ണു. ഇവിടുത്തെ താഴ്വരയിലേ നല്ല നരഭോജികളായ കാട്ടുമൃഗങ്ങളുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അവർക്കൊക്കെ നീ ഇന്ന് തീറ്റയാടാ. അത് കേട്ടോണ്ട് വിഷ്ണു പൊട്ടിച്ചിരിച്ചോണ്ട് പറയുക, ഈ തീറ്റ കൊടുക്കുമ്പോഴേ വയറ് നിറച്ച് കൊടുക്കണമെന്നാണ് പറയുന്നത്. നീ കേട്ടിട്ടില്ലേടാ ചന്ദ്രബോസേ? കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ പറയാം, അന്നദാനം മഹാദാനം. അങ്ങനെ നോക്കുവാണെങ്കിലേ എന്നേക്കാൾ കൂടുതൽ ഇറച്ചി നിൻ്റെ ഈ ശരീരത്തിലാണ് ഉള്ളത്. ഈ സർക്കാർ മുതലേ കൈയിട്ട് വാരി നിൻ്റെ ചീർത്ത ശരീരമല്ലേ ഇത്? അപ്പോൾ കാട്ടുമൃഗങ്ങൾ ഭാഗിച്ചെടുക്കുമ്പോഴേ ഈ ചെയ്ത പാവക്കറകളൊക്കെ അങ്ങ് ഒഴുകിപ്പോയിക്കോളും. ബോസേ, നീ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണുന്നത് എന്താണെന്ന് അറിയാവോ? അതിവിശാലമായ കൊക്കയാ. അമ്മേന്ന് വിളിക്കാൻ നിൻ്റെ നാവ് പൊങ്ങുന്നതിന് മുമ്പ് തന്നെ നിൻ്റെ പണി തീരും. എടാ വിഷ്ണു, ആരുടെ നാവാ പൊങ്ങാത്തതെന്നേ നമുക്കൊന്ന് നോക്കാടാ. ചന്ദ്രബോസിൻ്റെ ആ വാക്കിനും വിഷ്ണു നല്ല ചുട്ട മറുപടി പറയുവാണ്. ഇന്നേ ഈ കാട്ടിനുള്ളിൽ നിന്ന് നമ്മളിൽ ആരെങ്കിലും ഒരാൾ മാത്രമേ ഇന്നീ കാലം കുന്നിൽ നിന്ന് പുറത്തു പോകത്തുള്ളൂ. ഒന്ന് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്ത് നമുക്ക് 2 പേരുടെയും മുന്നിൽ മരണമുണ്ട്. ഇത് കേൾക്കുമ്പം ചന്ദ്രബോസിന് ഉള്ളിലൊരു പേടിയുണ്ട്. പക്ഷെ അവൻ വിറയ്ക്കുന്നത് വെളി കാണിക്കുന്നില്ല. വിഷ്ണു പറയുക, ഇനി നീ പറ, എൻ്റെ ലോറിക്കകത്ത് സ്പിരിറ്റ് വെക്കാൻ നീ ആർക്കാ കൊട്ടേഷൻ കൊടുത്തത്? ചന്ദ്രബോസ് വിറച്ചെങ്കിലും ഭയങ്കര സന്തോഷം അഭിനയിക്കുന്ന പോലെ പറയുന്നു, എടാ പീക്രി പയ്യ, നീ എന്നോട് മുട്ടാൻ മാത്രം ആളായിട്ടില്ലടാ. നീ എന്നോട് മുട്ടാൻ വരുമ്പോഴൊക്കെ ഞാൻ ഓർക്കാറുണ്ട്, വെറുതെ കൂമ്പുവാടി ചാകാൻ നടക്കുന്നവൻ്റെ മുമ്പിൽ എന്തിനാ വെറുതെ എൻ്റെ എനർജി കളയുന്നതെന്ന്. അതുകൊണ്ട് തന്നെയാടാ ഞാൻ നിന്നെ പലപ്പോഴായിട്ടും വെറുതെ വിട്ടതും നീ ഇങ്ങനെ എൻ്റെ മുന്നിൽ ആളായിട്ട് വന്ന് നിൽക്കുന്നതും. അത് കേട്ടത് വിഷ്ണു അങ്ങ് പുച്ഛത്തോടെ ചന്ദ്രബോസിനെ നോക്കി ചിരിക്കുവാണ്. നീ ഏതായാലും ചോദിച്ചല്ലോ, നിന്റെ ലോറിയിൽ സ്പിരിറ്റ് വെച്ചത് ആരാണെന്ന്. ചെയ്തത് ഞാൻ തന്നാടാ. പക്ഷെ നീ അല്ലടാ വിഷ്ണു ഞങ്ങളുടെ ടാർഗറ്റ്. നിന്റെ ഭാര്യ ആ കളക്ടർ മോളില്ലേ, ശാലിനി വിഷ്ണു, അവളെ ഒന്ന് പൊതിഞ്ഞു കെട്ടി പരണയിലിരുത്താൻ വേണ്ടി കളിച്ച കളിയാടാ ഇതൊക്കെ.
അപ്പോൾ അവളൊരു ലോങ് ലീവല്ലേ എടുത്തിരിക്കുന്നത്. ഇനി അത് പതുക്കെ ഒരു രാജിക്കത്തിലോട്ട് ഒതുക്കി ഞങ്ങളങ്ങ് തന്നേക്കാടാ. അവിടെ കരിയറേ ഇപ്പം നല്ല വൈറ്റാ, നല്ല പാല് പോലെ പരിശുദ്ധം. അതിലേക്ക് നിന്റെ ഈ സ്പിരിറ്റ് കറ ഞങ്ങൾ അങ്ങ് ചേർക്കും. അതോടുകൂടി ശാലിനി വിഷ്ണു എന്ന പരിശുദ്ധമായ പാലങ്ങ് പിരിയും. അതോടെ അവിടെ കളക്ടർ പണിയും രാജിവെച്ചിട്ട് ആ കുടുംബശ്രീ ഹോട്ടലിൽ പാത്രവും കഴുകി അവളങ്ങ് കഴിഞ്ഞോളും. വലിയ ആത്മധൈര്യവും അഹങ്കാരവും കൊണ്ട് ചന്ദ്രബോസ് പറയുക, അതോടെ ഈ വർഷത്തെ പോലീസ് മെഡലേ എൻ്റെ സ്വീകരണ മുറിയിൽ കയറുകടാ. അത് കേട്ടിട്ട് വിഷ്ണു ചിരിക്കുകയും പല്ല് കടിക്കുകയും ചെയ്തിട്ട് പറയുവാണ്, സ്വീകരണ മുറിയിൽ കയറുകടാ, നിന്റെ മാലയിട്ട വലിയ ഫോട്ടോ, പിന്നെ നിന്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള സങ്കടക്കുറിപ്പുകൾ. ഇന്ന് ഇവിടെ വെച്ച് തീരുവാടാ നിന്റെ ഈ ആർക്കും വേണ്ടാത്ത ജന്മം എന്നിങ്ങനെ പല്ല് കടിച്ച് ദേഷിച്ച് കണ്ണും തുറിച്ചാണ് നമ്മുടെ വിഷ്ണു പറയുന്നത്. എങ്ങനെ പറയാതിരിക്കും? അത്രയ്ക്ക് പോക്രിത്തരമല്ലേ അവനും അവൻ്റെ കൂട്ടുകാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ വെച്ച് വിഷ്ണുവും ചന്ദ്രബോസും അംഗം തുടങ്ങിക്കഴിഞ്ഞു. ചന്ദ്രബോസിൻ്റെ അടിയിൽ വിഷ്ണു പോയി തെറിച്ച് വീഴുന്നുണ്ട്. അവിടുന്ന് ചാടി എണീറ്റ് വന്ന് വിഷ്ണു അവനെ വീണ്ടും അടിക്കാൻ നോക്കുമ്പോൾ ചന്ദ്രബോസ് അടി തടഞ്ഞിട്ട് വിഷ്ണുവിനെ ഇങ്ങനെ അടങ്കം പിടിച്ച് നിർത്തുവാണ്. വിഷ്ണുവിനെ ചന്ദ്രബോസ് ശരിക്കും അടിക്കുന്നുണ്ട്. വിഷ്ണുവിന് തിരിച്ചടിക്കാനൊന്നും അങ്ങനെ പറ്റുന്നതുമില്ല. പെട്ടെന്ന് ചന്ദ്രബോസ് അവൻ്റെ കയ്യിലിരുന്ന റിവോൾവർ എടുത്ത് വിഷ്ണുവിൻ്റെ നെഞ്ചത്ത് നേരെ വെച്ചോണ്ട് പറയുന്നു, ഇത് സർക്കാർ റിവോൾവറാടാ, ഇതൊന്ന് കറക്കിയാൽ മതി. ഇതിൽ 6 ബുള്ളറ്റാടാ ഉള്ളത്. ഇതിൽ 6ാമത്തെ ബുള്ളറ്റേ എൻ്റെ മുന്നിൽ നിൽക്കുന്ന നിൻ്റെ ചങ്കിൽ വെക്കാനുള്ളതാടാ. അതാണ് അവസാനത്തെ ചാൻസ്. ബാക്കിയുള്ള ഈ 5 ബുള്ളറ്റ് ഉണ്ടല്ലോ, അതേ പിടിക്കപ്പെടുന്ന പ്രതിയെ ഓടിപ്പോകാതിരിക്കാൻ മുട്ടിന് താഴെ വെടിവെക്കാനുള്ളതാ. ഞാൻ പക്ഷേ ഈ നിലവിലുള്ള ചട്ടങ്ങളെയൊക്കെ അങ്ങ് മറക്കുവാടാ. 1ാമത്തെ ബുള്ളറ്റിന് തന്നെ ഞാൻ 6ാമത്തെ ബുള്ളറ്റിൻ്റെ പണി അങ്ങ് കൊടുക്കുക. ഒരു പ്രമോഷൻ. ബാക്കിയുള്ള ഉണ്ടകളെ ഞാനങ്ങ് വെറുതെ വെടിവെച്ച് കളയും. ദാ ഇതുപോലെ എന്നും പറഞ്ഞ് ചന്ദ്രബോസ് ആ റിവോൾവറിലെ 5 ബുള്ളറ്റ് മുകളിലോട്ട് ഇങ്ങനെ വെടിവെച്ച് വിടുവാണ്. ഇനി നിന്റെ ഊഴവാടാ എന്നും പറഞ്ഞ് ചന്ദ്രബോസ് വിഷ്ണുവിൻ്റെ നെറ്റിയിലോട്ട് ആ റിവോൾവർ ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് ആത്മരക്ഷാർത്ഥം അന്വേഷണ ഉദ്യോഗസ്ഥന് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി പ്രതിക്ക് നേരെ നിറയൊഴിച്ചെന്ന് അട്ടഹാസവും പരിഹാസവും ഒക്കെ നിറച്ചോണ്ട് ചന്ദ്രബോസ് പറയുന്നു, ഗോഡ് ബ്ലസ് യു മൈ വിഷ്ണു, ഇനി നീ ഈ ഭൂലോകത്ത് വേണ്ടാടാ. അങ്ങനെ ചന്ദ്രബോസ് വിഷ്ണുവിനെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് ഒരുങ്ങുമ്പോൾ കൊല്ലടാ എന്നെ എന്നും പറഞ്ഞ് വിഷ്ണു ഒരൊറ്റ ചവിട്ടും അവൻ്റെ കയ്യിൽ നിന്ന് റിവോൾവർ ഇങ്ങ് വാങ്ങിക്കുകയും ചെയ്തു. റിവോൾവർ കയ്യിൽ നിന്ന് പോയപ്പോഴേ ചന്ദ്രബോസ് അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ഇങ്ങനെ പേടിച്ചു പോയി. ഇനി നമ്മുടെ വിഷ്ണുവിൻ്റെ ഊഴവാണ്. എടുത്തിട്ട് ചാർത്തി അലക്കുവാണ് ചന്ദ്രബോസിനെ. എടാ നീ എൻ്റെ ലോറിയിൽ സ്പിരിറ്റ് വെക്കുവാടാ, നീ എൻ്റെ കമലനെ എന്തുവാടാ ചെയ്തത് എന്നും പറഞ്ഞ ചന്ദ്രബോസിനെ നെഞ്ചി ചവിട്ടി കലക്കുവാണ്. അവൻ്റെ കൈയും കാലും ഒക്കെ ചവിട്ടി ഒടിക്കുന്നുണ്ട് വിഷ്ണു. നീ ഇനി ആരാച്ചട പണി ചെയ്യണ്ടാടാ എന്നും പറഞ്ഞ് വിഷ്ണു ചന്ദ്രബോസിൻ്റെ ഒരു കാല് വലിച്ച് പൊക്കിയിട്ട് കയ്യിൽ നിന്ന് റിവോൾവർ എടുത്തിങ്ങനെ അവൻ്റെ നെറ്റിക്ക് നേരെ ചൂണ്ടുവാണ്. ഈ ഭൂമിയിൽ ഞാൻ എത്ര നാൾ ജീവിച്ചിരിക്കണമെന്നുള്ള അവകാശം ഞാൻ എൻ്റെ ഒടയ തമ്പുരാന് മാത്രമാടാ കൊടുത്തിരിക്കുന്നത് എന്നിങ്ങനെ അലറിക്കൊണ്ട് പറയുവാണ് വിഷ്ണു. കാക്കിയിട്ട് ഒരു നരാധിപന്മാർക്ക് പോലും ഞാൻ എൻ്റെ ജീവൻ എഴുതി കൊടുക്കാൻ തീരെഴുതിയിട്ടില്ലടാ. സംശയം ഉണ്ടെങ്കിൽ ഇന്നാടാ എന്നും പറഞ്ഞ റിവോൾവർ ചന്ദ്രബോസിൻ്റെ മുന്നിലോട്ട് ഇട്ടുകൊടുത്തിട്ട് പറയുന്നു, നിനക്ക് പറ്റുമെങ്കിൽ എന്നെ ഒന്ന് കൊല്ലടാ എന്നും പറഞ്ഞ് അവൻ്റെ കാല് തിരിച്ചങ്ങ് ഒടിച്ചു കളഞ്ഞു. വേദന കൊണ്ട് കരഞ്ഞു പൊളയുന്ന ചന്ദ്രബോസിനോട് പറയുന്നു, കാണിക്കടാ, നീ ആണാണെങ്കിൽ ചെയ്ത് കാണിക്കടാ, എൻ്റെ ജീവൻ നീ എടുക്കടാ, എന്നെ ഒന്ന് കൊന്ന് കാണിക്കടാ ചന്ദ്രബോസേ എന്നും പറഞ്ഞ് വിഷ്ണു അങ്ങോട്ട് നടക്കാനൊരുങ്ങുമ്പോൾ പെട്ടെന്ന് ചന്ദ്രബോസ് ആ റിവോൾവർ എടുത്ത്, എടാ നിൽക്കടാ അവിടെ എന്നും പറഞ്ഞ റിവോൾവർ എടുത്ത് വിഷ്ണുവിനെ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അതിൽ ബുള്ളറ്റില്ല. ചന്ദ്രബോസ് ആണെങ്കിൽ ഇത് എന്ത് പറ്റിയെന്ന് പറഞ്ഞ് റിവോൾവറിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും നോക്കുവാണ്. വിഷ്ണു പൊട്ടിച്ചിരിക്കുവാണ്. വിഷ്ണുവിൻ്റെ ആ പൊട്ടിച്ചിരി കണ്ട് ചന്ദ്രബോസ് വീണ്ടും റിവോൾവർ എടുത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ നോക്കുവാണ്. വിഷ്ണുവിനെ സഹിക്കാൻ പറ്റുന്നില്ല. വിഷ്ണു പൊട്ടി ചിരിച്ചിട്ട് പറയുന്നു, എന്തേ പൊട്ടിക്കാൻ പറ്റുന്നില്ലേ? ഉണ്ടായിരുന്ന ഉണ്ടയൊക്കെ നീ പൊട്ടിച്ച് കളഞ്ഞില്ലേടാ, പിന്നെ എങ്ങനെ ഉണ്ടാകാനാടാ? എന്നാലും ഒരെണ്ണമെങ്കിലും കാണണമല്ലോ, അതെന്തേ എന്നും പറഞ്ഞ് വിഷ്ണു വീണ്ടും പൊട്ടിച്ചിരിക്കുവാണ്. ചന്ദ്രബോസ് ആണെങ്കിൽ എഴുന്നേക്കാൻ പോലും വയ്യാതെ വീണ് കിടക്കുക. അവിടെ കിടന്നുകൊണ്ട് അവൻ വീണ്ടും ആ റിവോൾവർ കിടന്ന് പരിശോധിക്കുക. ഈ ഒരു ഉണ്ട ഇതെവിടെ പോയി? പെട്ടെന്ന് വിഷ്ണു അവൻ്റെ അടുത്ത് പോയി കുത്തി ഇരുന്നിട്ട് പറയുക, നിന്റെ ഉണ്ട എവിടെ പോയെന്നും പറഞ്ഞ് നോക്കി നീ കഷ്ടപ്പെടണ്ടാടാ, തോക്കും കൊണ്ട് നടന്നാൽ പോരാ, അതിലെ ഉണ്ട സുരക്ഷിതമായി സംരക്ഷിക്കാനും അറിയണം. അല്ലെങ്കിലേ തോക്കിലിരിക്കേണ്ട ഉണ്ട മറ്റുള്ളവരുടെ കയ്യിലിരിക്കും. ദാണ്ട ഇതുപോലെ എന്നും പറഞ്ഞ ആ ഉണ്ട എടുത്ത് വിഷ്ണു ചന്ദ്രബോസിനെ കാണിക്കുന്നുണ്ട്. ചന്ദ്രബോസ് ഒരിക്കലും വിചാരിച്ചില്ല വിഷ്ണു ഇങ്ങനെ ചെയ്യുമെന്ന്. വിഷ്ണുവിൻ്റെ മുന്നിൽ നാണം കെട്ട് ചന്ദ്രബോസ് ആ റിവോൾവർ അങ്ങോട്ട് വലിച്ചെറിയുവാണ്.
എഴുന്നേക്കാൻ വയ്യാതെ നീണ്ടിങ്ങനെ കിടക്കുവാണ് ചന്ദ്രബോസ്. ഇനി ഇവനെ തല്ലിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിഷ്ണു അങ്ങോട്ട് പോകാനൊരുങ്ങുമ്പോൾ അവൻ വീണ്ടും ചന്ദ്രബോസ് അടിയേരെന്ന് മേടിക്കുവാണ്. എടാ എന്നിങ്ങനെ വിളിക്കും. നിനക്ക് മതിയായില്ലയോടാ ചെറ്റേ എന്ന് വിളിച്ചുകൊണ്ട് ചന്ദ്രബോസ് അവൻ്റെ നെഞ്ച് കലക്കുവാണ് ചവിട്ടി. നൂർജഹാൻ വന്നിട്ട് രാഘവേട്ടൻ്റെ ഫോട്ടോ വരയ്ക്കുവാണ്. രാഘവേട്ടൻ പറയുന്നു, ഏതായാലും ഈ ഫോട്ടോ വരയ്ക്കുന്നത് നന്നായി, സമയമാകുമ്പോൾ ഓടി നടക്കണ്ടല്ലോ, ഒരു മാല വാങ്ങി അതിൻ്റെ പുറത്തങ്ങ് ഇട്ടാൽ മതിയല്ലോ. ദേണ്ടേ അച്ഛാ, ഇങ്ങനെയുള്ള തമാശകളൊന്നും പറയുന്നത് ഈ നൂറിന് ഇഷ്ടമല്ല. എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ സങ്കടപ്പെടുത്തുന്നത്? ഒരു പുരുഷായസിൽ അനുഭവിക്കേണ്ട ദുരിതങ്ങൾ അത്രയും അനുഭവിച്ചിട്ട് നിൽക്കുമല്ലേ മോളെ ഞാൻ. ഇനി എനിക്ക് തരാനേ ഭഗവാന്റെ കയ്യിൽ പോലും ഒന്നും കാണത്തില്ല. അയ്യോ അച്ഛാ, എനിക്ക് പ്ലസൻ്റ് ആയിട്ടുള്ള ഫേസാണ് വേണ്ടത്. ഇനി വരാൻ പോകുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഒന്ന് സന്തോഷത്തോടെ ഇരിക്കാവോ? അതൊക്കെ കിട്ടാൻ ഇനി പ്രയാസമാണ് മോളെ. എന്നാലും മോക്ക് വരയ്ക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. ഇനി ഇങ്ങനെ അനങ്ങാതിരിക്കണമെന്നില്ല. എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോ, അത് കേട്ടോണ്ട് ഞാനങ്ങ് വരച്ചോളാം. എന്ത് സംസാരിക്കാനാ മോളെ? സന്തോഷം തരുന്ന ഒരു കാര്യവും ഇല്ല സംസാരിക്കാൻ. എൻ്റെ നഷ്ടക്കണക്കുകളല്ലേ എനിക്ക് പറയാനുള്ളൂ. അച്ഛാ ഇതേണ്ട വീണ്ടും തുടങ്ങിയല്ലോ. ആര് പറഞ്ഞു അച്ഛന് സന്തോഷമുള്ള കാര്യങ്ങളൊന്നും പറയാനില്ലെന്ന്? വിഷ്ണുവേട്ടൻ്റെയും ശാലിനി ചേച്ചിയുടെയും ഒക്കെ ആ പ്രണയകഥകളൊക്കെ ഒന്ന് പറഞ്ഞേ. ആ കഥകളൊക്കെ എൻ്റെ മോളെ അവരടുത്ത് നിൽക്കുന്നതിനേക്കാളും കൂടുതൽ അകന്നു നിന്നതാണ്. എന്നാലും എന്തെങ്കിലുമൊക്കെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറി കാണുമല്ലോ അച്ഛാ. എൻ്റെ മോൻ വിഷ്ണു ധീരനായിരുന്നു, പൗരുഷത്തിൻ്റെ പ്രതീകം. വിഷ്ണു എന്ന പേര് തന്നെ അവൻ അറിഞ്ഞിട്ടതുപോലെ ആയിപ്പോയി അവൻ്റെ പ്രവൃത്തികളും. പക്ഷേ ജീവിതം മാത്രം അതെന്താണെന്നോ എങ്ങനെയാണെന്നോ അവൻ അറിഞ്ഞില്ല. ശാലിനി അവൾ പഠിക്കാൻ മിടുക്കിയായിരുന്നു, ഒപ്പം നല്ലൊരു പാചകക്കാരിയും. ശാലിനിയുടെ അമ്മ ശാരദയുടെ കൈപുണ്യം അറിഞ്ഞു കിട്ടിയ പുണ്യം അതായിരുന്നു ശാലിനി. ശാലിനിയും വിഷ്ണുവും തമ്മിലുള്ള പ്രണയമൊക്കെ രാഘവേട്ടൻ ഇങ്ങനെ ഓർക്കുവാണ്. പക്ഷേ ആ സ്നേഹവും ആ ഇഷ്ടവും അവരെ രണ്ടുപേരെയും കൊണ്ട് എത്തിച്ചത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളിലേക്കായിരുന്നു. എല്ലാവർക്കും വിവാഹത്തിൻ്റെ ആദ്യ നാളുകൾ സന്തോഷം നിറഞ്ഞതായിരിക്കുമല്ലോ. പക്ഷേ എൻ്റെ മോൻ വിഷ്ണുവിൻ്റെ ജീവിതം അന്ന് മുതൽ ഇന്ന് വരെ കണ്ണുനീരിൻ്റെ ഉപ്പ് രുചിച്ചാണ് അവൻ്റെ കുടുംബജീവിതം തള്ളി നീക്കിയത്. സ്വസ്ഥത അതെന്താണെന്ന് എൻ്റെ മോൻ അറിഞ്ഞിട്ടില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാ എൻ്റെ മോന് മാത്രം ഇങ്ങനൊരു ജീവിതം? ഇതിലും നല്ലത് അവനൊരു ജീവിതം ഇല്ലാതിരിക്കുന്നത് തന്നെ. രാഘവേട്ടൻ്റെ ഈ സങ്കടത്തോടുള്ള കഥ കേട്ട് നൂർജഹാൻ പടം വരയ്ക്കുന്ന പോലും മറന്നങ്ങനെ നിൽക്കുവാണ്. എൻ്റെ കഥ കേട്ട് മോടെ പടം വര തന്നെ മുടങ്ങിപ്പോയല്ലോ. അതാ മോളെ, എൻ്റെ മോൻ വിഷ്ണുവിൻ്റെ ജീവിതം പറഞ്ഞു തുടങ്ങിയാൽ നമ്മൾ കരഞ്ഞു പോവും. പറയാതിരുന്നാലോ അത് മനസ്സിൻ്റെ അകത്തിരുന്ന് വിങ്ങും. ഇതിപ്പോൾ മോളായിട്ട് തന്നെ അത് പുറത്തെടുത്തപ്പോൾ ഞാൻ എന്നെ തന്നെ അങ്ങ് മറന്നു. മോളെ, എനിക്കിനി ഇരിക്കാനൊരു മൂഡില്ല. അതുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് ഈ ചിത്രം ഇവിടെ മതിയാക്കിയല്ലോ. അധികം താമസിക്കാതെ നമുക്ക് ബാക്കി വരയ്ക്കണം. അല്ലെങ്കിലേ ഞാനിനി അധികം നാൾ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രാഘവേട്ടൻ നൂർജഹാനോട് കഥ പറയുന്ന സമയത്ത് സത്യാമ്മ അവിടെ പുറകിൽ വന്ന് നിൽപ്പുണ്ടായിരുന്നു. സത്യാമ്മ പറയുന്നു, വിഷ്ണുവിൻ്റെ ജീവിതമേ അത് അവനായിട്ട് തന്നെ നശിപ്പിച്ചതാ. അങ്ങനെ ഞാൻ അവൻ്റെ കാര്യത്തിൽ പറയൂ, ഇനിയെങ്കിലും ഒരു നല്ല ജീവിതം എൻ്റെ കുഞ്ഞിനുണ്ടാകണം. അതുണ്ടാകും എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ 2-3 പോലീസ് ജീപ്പുകൾ വരുന്നുണ്ട്. അതിൽ നിന്നും ചന്ദ്രബോസും കൂടെ കുറെ പടയാളി പോലീസുകാരും ഒക്കെ ആയിട്ട് വന്നിറങ്ങുവാണ്. ചന്ദ്രബോസ് അവരോട് പറയുന്നു, കയറി നോക്കടോ അങ്ങോട്ട്. എന്തുവാ നിങ്ങൾ ഈ കാണിക്കുന്നത് എന്നിങ്ങനെ സത്യാമ്മ ചന്ദ്രബോസിനോട് ചോദിക്കുമ്പോൾ ചന്ദ്രബോസ് പറയുന്നു, അവനെവിടെ ആ വിഷ്ണു? രാഘവേട്ടനും പറയുന്നു, അയ്യോ അവനോട് ഇല്ലല്ലോ. ഉണ്ടാവില്ല, അങ്ങനെ പറയാനാണല്ലോ നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. രാഘവേട്ടനോട് ചന്ദ്രബോസ് പറയുന്നത്, നിങ്ങൾ ഒറ്റ ഒരുത്തനാ അവനെ ഈ പരുവത്തിലാക്കി വിട്ടിരിക്കുന്നത്. വന്നവനെ പോലീസുകാരുടെ നെഞ്ചത്തോട്ടാണ് ഇപ്പം കയറുന്നത്. ACPയുടെ തോക്കും തട്ടിപ്പറിച്ച് വാങ്ങിയിട്ടേ അവൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുക. പോയി നോക്കടോ, ഏതെങ്കിലും പത്തായത്തിലോ പെട്ടിക്കകത്തോ ഉണ്ടോയെന്ന്. കിട്ടുവാണെങ്കിലേ നന്നായിട്ട് പെരുമാറിയിട്ട് വേണം അവനെ അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ഫ്രണ്ട്സ്, ചന്ദ്രബോസിനോ അവൻ്റെ കൂട്ടാളികൾക്കോ നമ്മുടെ വിഷ്ണുവിനെ പിടിക്കാൻ കിട്ടത്തില്ല. ചന്ദ്രബോസിനെ തല്ലിച്ചതച്ചിട്ട് വിഷ്ണു ഒരിക്കലും വീട്ടിൽ വന്നിരിക്കത്തില്ലെന്നുള്ള ബോധം പോലും ചന്ദ്രബോസിനില്ല. അപ്പോൾ വിഷ്ണു ഇനി അടുത്ത അടി ചന്ദ്രബോസിന് എപ്പോൾ കൊടുക്കുമെന്നുള്ള റിവ്യൂ നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.